പാർട്ടിയുടെ ആരോഗ്യം ആര് രക്ഷിക്കും എന്നതാണ് ഇത്ത സമ്മേളന വേദിയിലെ പ്രധാനപ്പെട്ട ചോദ്യം. CPM-ന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. വിഭാഗീയത രൂക്ഷമായതിനെ തുടർന്ന് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട കരുനാഗപ്പള്ളിയിലെ പ്രതിനിധികൾ ഇല്ലാതെയാണ് ജില്ലാ സമ്മേളനം നടത്തുന്നത് എന്ന പ്രത്യേകതയുണ്ട്. PB അംഗം MA ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കരുനാഗപ്പള്ളിയിലെ തമ്മിലടി സമ്മേളനകാലത്ത് പാർട്ടിക്ക് മങ്ങലേൽപ്പിച്ചെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടലിൽ മുഖം മിനുക്കാനായി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കൊട്ടിയം, മയ്യനാട്, ധവളക്കുഴിയിലെ NSS പഠന ഗവേഷണ കേന്ദ്രത്തിൽ നടക്കുന്ന 3 ദിവസത്തെ സമ്മേളനത്തിൽ 17 ഏരിയകളിലെ 450 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. മറ്റന്നാൾ നടക്കുന്ന സമാപന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ദിലീപ് ദേവസ്യ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, ഇനി ജില്ലാ സമ്മേളനങ്ങളുടെ വരവാണ്. അപ്പോൾ ആദ്യ ജില്ലാ സമ്മേളനം ദിലീപിൻ്റെ സ്വന്തം കൊല്ലത്ത് തുടങ്ങുകയാണ്. കൊട്ടിയത്താണ് സമ്മേളനം തുടങ്ങുക. 3 ദിവസത്തെ സമ്മേളനമായിരിക്കും. അതിൽ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള ഏരിയ കമ്മിറ്റി ഇല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ, ഏതെങ്കിലും ഒരു ജില്ലാ സമ്മേളനത്തിൽ ഒരു ഏരിയ കമ്മിറ്റിയിലെ പ്രതിനിധികളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള സമ്മേളനം നടക്കുന്നത്. എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും ജില്ലാ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടാവുക? ദിലീപ് ദേവസ്യ, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഞാൻ നിൽക്കുന്നത് കൊല്ലം കൊട്ടിയത്തെ ധവളക്കുഴിയിലെ മനോഹരമായ പാർട്ടിയുടെ തന്നെ സ്ഥലമാണ്. ഇവിടെ NS പഠന കേന്ദ്രമുണ്ട്. ആ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ തന്നെ 7 ഏക്കർ സ്ഥലത്താണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിന് വേദിയായി ഒരുങ്ങിയിരിക്കുന്നത്. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പരവൂർ കായലാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഈ മനോഹരമായ സ്ഥലമുള്ളത്. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ ജില്ലാ സമ്മേളനം നടക്കുന്നത് കരുനാഗപ്പള്ളിയിലെ പ്രതിനിധികളില്ലാതെയാണ്. കരുനാഗപ്പള്ളിയിലെ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് പാർട്ടി അടക്കം കണ്ടതുമായ വിഷയങ്ങളാണ്. പ്രാദേശിക തലത്തിൽ പാർട്ടിക്ക് വലിയ തോതിലുണ്ടാക്കിയ പോരായ്മകളടക്കം നമ്മൾ ചർച്ച ചെയ്താണ്. അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും തമ്മിലുള്ള ഒരു പോര് ഏരിയ കമ്മിറ്റി വരെ പിരിച്ചുവിടുന്നതിലേക്ക് നയിക്കുകയടക്കം ചെയ്തു. മാത്രമല്ല അവിടുത്തെ ഇനിയുള്ള സമ്മേളനത്തിൽ ചർച്ചാ വിഷയമാകുന്നത് അതുതന്നെയായിരിക്കും പ്രധാന വിഷയം. മറ്റൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, അതിലെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ അപാകത തുടങ്ങിയ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. ഇന്ന് രാവിലെ 10 മണിയോടുകൂടെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം S സുദേവൻ, ജില്ലാ സെക്രട്ടറിയായ S സുദേവൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിനുശേഷം ചർച്ചകൾ നടക്കും. പിന്നീട് ഇതിൽ മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ സമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അടക്കം എത്തിക്കുന്ന നിരീക്ഷണത്തിലുള്ള സമ്മേളനം കൂടിയാണ്. AK ബാലനുണ്ട്, MA ബേബിയുണ്ട്, ശൈല ടീച്ചറുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഈ സമ്മേളനത്തിലേക്ക് എത്തുന്നുണ്ട്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, കൊല്ലം ജില്ലാ സെക്രട്ടറി S സുദേവൻ തന്നെയും തുടരാനാണ് സാധ്യത എന്നാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. 2 ടേമായി അദ്ദേഹം ഈ ചുമതലയിൽ വഹിക്കുന്നു. അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നുണ്ടെങ്കിലും അദ്ദേഹം മാറണമെന്നുള്ള ആവശ്യങ്ങളടക്കം ഉന്നയിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ പോലും അദ്ദേഹം തന്നെ തുടരാനാണ് സാധ്യത. ഈ കരുനാഗപ്പള്ളിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പാർട്ടി ജില്ലാ ഘടകത്തിന് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ സാധിക്കാതെ പോയത് പാർട്ടിക്ക് വലിയ തോതിലുള്ള ഒരു കോട്ടം സംഭവിക്കുകയും ചെയ്തു. പിന്നീട് സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ്, അതായത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തിയാണ് ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ഏരിയ കമ്മിറ്റി വരെ പിരിച്ചുവിടുകയും ഉണ്ടായത്. നേരത്തെ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗമായ PR വസന്തേവിൻ്റെ പേരിൽ ഒരു ആരോപണം, അതായത് സ്കൂൾ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ പണം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തി എന്ന് പറയുന്നത്, അത് നമ്മൾ റിപ്പോർട്ടർ TV അടക്കം വാർത്ത നൽകുകയും ചെയ്തതാണ്. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി അംഗമായ സൂസൻ കോടി സ്ഥലം കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളും അത്രയും. അപ്പം ഇരു ചേരികളും, അതായത് സൂസൻ കോടിയുടെയും PR വസന്തൻ്റെയും തമ്മിലുണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങൾ വലിയ തോതിൽ അത് പാർട്ടിക്ക് തന്നെ പ്രശ്നങ്ങളുണ്ടായി. കുലശേഖരപുരത്ത് സംസ്ഥാന സമിതി അംഗങ്ങളായ സോമപ്രസാദിനെയും രാജഗോപാലിനെയും പൂട്ടിയിടുന്ന സ്ഥിതിയിലേക്ക് എത്തി. പ്രവർത്തകർ നടുറോഡിലേക്ക് ഇറങ്ങി നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിലേക്ക് എത്തിയടക്കം ചെയ്തതാണ്. നമ്മൾ നേരിട്ട് ആ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതൊക്കെ പാർട്ടിക്ക് വലിയ തോതിൽ, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ CPM-ന് വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കൊല്ലം ജില്ല. അവിടെയാണ് പാർട്ടി പ്രവർത്തകരടക്കം അന്ന് വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ആ സമ്മേളനം നടക്കാൻ പോകുന്നത് 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നായിട്ട് നേതാക്കന്മാരൊക്കെ രാവിലെ ഏത് സമയത്തോടുകൂടി നേതാക്കളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ?
ഇവിടുത്തെ ഇപ്പോൾ പ്രാദേശിക നേതാക്കളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളൊക്കെ തന്നെ എത്തുന്നതായിരിക്കും. ചേട്ടാ എല്ലാ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നേതാക്കളൊക്കെ എപ്പോഴേക്കും എത്തും? ഇപ്പം 8 മണിയാകുമ്പോഴത്തേക്ക് എത്തും. മെയിൻ ആള് ആള് അത് കുഴപ്പമില്ല. എങ്ങനെ നേതാക്കളൊക്കെ എത്തും? എത്തും. 10 മണിക്ക് പതാക ഉയരും. നടപടികൾ ആരംഭിക്കും. ഇതിന്റെ എല്ലാത്തിന്റെ ചുക്കാൻ പിടിച്ച ആളാണ്. കയ്യിൽ കൊടുത്ത് രാവും പകലും ഉറക്കമില്ല. ഇദ്ദേഹമൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. നമുക്കിനി സമ്മേളന ഹാളിലേക്ക് കാണാം. പൂർണ്ണമായും ശീതീകരിച്ച ഇതാണ്. 450 പേർക്ക് ഇരിക്കാവുന്ന തരത്തിൽ ഹാള് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഹാളിൽ വെച്ചിട്ടായിരിക്കും 450 പേര് പങ്കെടുക്കുന്ന ഇന്ന് ജില്ലാ സമ്മേളനം നടക്കുക. വലിയ ഹാളാണ്. ഇവിടെ മറ്റു ആൾക്കാർക്കാർക്കും പ്രവേശനം ഉണ്ടാകില്ല. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഉദ്ഘാടന സമ്മേളനം തുടങ്ങും. അതിനുശേഷം റിപ്പോർട്ട് അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും ചർച്ചകളിലേക്ക് കടക്കുക. എന്തായാലും 10 മണിയോടുകൂടി തന്നെ ഉദ്ഘാടന സമ്മേളനങ്ങൾ ആരംഭിക്കും. ഡോക്ടർ അരുൺകുമാർ. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കൊല്ലത്ത് കൊട്ടിയത്തുള്ള കൊല്ലത്തെ CPM-ന്റെ ജില്ലാ സമ്മേളന വേദിയാണ്. വേദി മനോഹരമായി അലങ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അവിടെ കോടിയേരി ബാലകൃഷ്ണൻ്റേതാണെന്ന് തോന്നുന്നു അല്ലേ? കോടിയേരി ബാലകൃഷ്ണൻ്റെ ചിത്രം കൊല്ലം ജില്ലാ സമ്മേളനത്തിൻ്റെ വേദിയിൽ പ്രേക്ഷകർക്ക് കാണാം. 450 പ്രതിനിധികളാണ് വിവിധ ഏരിയകളിൽ നിന്നായി കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പൂർണ്ണമായിട്ടും ശീതീകരിച്ച ഒരു ഹാളിലാണ് 3 ദിവസത്തെ ഈ സമ്മേളന പരിപാടികൾ നടക്കുക. അതിനുശേഷം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷാണ്. തീർച്ചയായും ഇതിൽ ഒരു സീറ്റ് കരുനാഗപ്പള്ളിക്ക് അവകാശപ്പെട്ടതായിരുന്നു. നിർഭാഗ്യവശാൽ കരുനാഗപ്പള്ളി അതുകൊണ്ട് കളഞ്ഞു. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ പ്രതിനിധികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. കൊല്ലം ജില്ലാ CPM-ന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല. അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള വിവിധ പ്രതിനിധികൾ കൊല്ലത്തേക്ക് കൊട്ടിയത്തുള്ള ഈ മനോഹരമായ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്ന് തുടങ്ങും. നമുക്കതിൻ്റെ വിവരങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. സമ്മേളനത്തിൻ്റെ വിവരങ്ങൾ, സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ എന്ന മുറയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങുകയാണ്. ഇനി 14 ജില്ലകളിലും സമ്മേളനങ്ങൾ ഉണ്ടാവും. ഏറ്റവും ഒടുവിൽ ജില്ലാ സമ്മേളനം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. മാത്രവുമല്ല, സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തുടങ്ങുമ്പോൾ നല്ല ഉഷാറായിട്ട് തുടങ്ങും. മനോഹരമായ സ്ഥലമാണ് ഈ ജില്ലാ സമ്മേളനം നടക്കുന്ന കൊട്ടിയത്തെ വേദി. അപ്പോൾ